ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ച് പിറവം നഗരസഭ. പിറവം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. പിറവം നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, അന്നും ഇന്നും എക്കാലവും ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന രോഗത്തെ ഏറെ ഭയപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്ര ഉന്നമനമുള്ള ഈ കേരളത്തിൽ നമുക്ക് ഇതിന് തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ ആവശ്യമായ ചികിത്സകൾ ഉണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ആശാ വർക്കേഴ്സൊക്കെ വന്ന് കുറേ ചോദ്യാവലികളൊക്കെ ചോദിച്ചു. അതിൽ നിന്നും കുറച്ച് സ്കോർ മാർക്കുകൾ ഇട്ട് അത് പ്രകാരമാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ രോഗമുണ്ട് എന്നല്ല. നമുക്ക് തുടർന്ന് ഏതെങ്കിലും വിധത്തിൽ അതിന് ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് തുടർന്ന് അതിന് ചികിത്സ ലഭിക്കുകയും അല്ലാത്ത പക്ഷവും നമുക്ക് ആനന്ദകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം. നമുക്കറിയാം, കേരളം മാലിന്യമുക്തമാക്കിയതിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും തുടർന്ന് നല്ല ആരോഗ്യ മേഖലയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ നിറഞ്ഞപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് ആശുപത്രി വാർഡ് കൗൺസിലർ ബാബു പാറയിൽ സ്വാഗതം ആശംസിച്ചു. ക്യാൻസർ നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പിറവം നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായിട്ട് ക്യാൻസർ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കപ്പ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നു. ആനന്ദകരമായി ജീവിക്കാം, അർബുദത്തെ അകറ്റാം എന്നുള്ള ഒരു ക്യാപ്ഷനാണ് കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാറിവരുന്ന ജീവിതശൈലികളും നമ്മളെ ഒട്ടേറെ രോഗങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ വത്സല വർഗീസ്, വാർഡ് കൗൺസിലർമാരായ തോമസ് മല്ലിപ്പുറം, ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൽ, പിറവം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിന്ധു ടി.പി. തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ മേഖലയിൽ കുതിച്ചുചാട്ടം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിപത്തായി മാറിയിരിക്കുന്ന ഒരു രോഗമാണ് അർബുദം. നമ്മുടെ കൺമുമ്പിൽ തന്നെ പല അനുഭവങ്ങളും. നമ്മുടെ മുൻ കൗൺസിലറായിരുന്ന മുകേഷ് നഗർ, അദ്ദേഹം രക്താർബുദം, ബ്ലഡ് ക്യാൻസറായിരുന്നു. അദ്ദേഹം ഇന്ന് കറക്റ്റായിട്ടുള്ള ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 5ാം ഡിവിഷനിലെ ഒരു 12 വയസ്സുള്ള കൊച്ചുകുട്ടി അടക്കം നമ്മുടെ ഇപ്പോൾ ക്യാൻസറിന് അനുഭവപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, തുടക്കത്തിലെ തന്നെ അത് ചികിത്സിക്കുകയാണ്. ഇപ്പം എല്ലാവരും പേടിയാണ്. ഇപ്പം എൻ്റെ വാർഡിലുള്ളവർ തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അത് പേടിച്ച് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കണം. 25ന്റെ വാർഷിക പദ്ധതിയിലുള്ള ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. പിറവം നഗരസഭ ഒരു വാർഷിക പദ്ധതിയിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്, നേരത്തെ എൻ്റെ മുന്നേ പറഞ്ഞ പോലെ ക്യാൻസർ ഉള്ള ആൾക്കാരല്ല ഈ പ്രോഗ്രാമിൽ വരുന്നത്. നമ്മളെല്ലാവരും ആരായാലും ഒന്ന് വന്ന് ഒരു ദിവസം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിനകത്ത് നിന്ന് വരുന്ന ആൾക്കാരെ എല്ലാവരെയും ക്യാൻസർ ടെസ്റ്റിന് വേണ്ടിയല്ല. നമ്മൾ വന്ന് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവരെ മാത്രം നമ്മൾ സ്ക്രീൻ ചെയ്യും. ഇത് ടെസ്റ്റ് ഇവിടെ ഡോക്ടറുണ്ട്. ഇവിടെ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റർ കല്ലൂർ RCCയുടെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അവിടെ നിന്നുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുമാണ് വന്നിരിക്കുന്നത്. ക്യാമ്പിൽ ആരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ ബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA മനോജ്, ജിബു PK, MLSP, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി 100ഓളം പേർ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.